ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ കർത്താവ് തന്ന അവസരം ഒരു വലിയ പദവിയായിട്ട് ഞാൻ കാണുന്നു. ഇങ്ങനെയുള്ള ഓൺലൈൻ മീറ്റിംഗിൽ വളരെ വിരളമായിട്ടാണ് ഞാൻ സംബന്ധിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ദൈവം തന്ന ഈ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇത്രയും പേര് ഒരുമിച്ച് കൂടുന്ന ഈ ഒരു മീറ്റിംഗിൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇവിടെ ഇരുന്നപ്പോൾ കർത്താവരദാസനുമായിട്ട് പരിചയപ്പെട്ട അതൊരു മുഖാന്തരമാണല്ലോ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനിടയായി. പരിശുദ്ധാത്മാവ് ഇവിടെ ഇരുന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി. ഇതിനുവേണ്ടി ഇന്ന് ഈ സമയം വേർതിരിച്ച് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും. കാരണം നിങ്ങളുടെ പരിശ്രമങ്ങളെ ഒരിക്കലും കർത്താവ് വൃഥാവാക്കുകയില്ല. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ചിന്തിപ്പാനിടയായത്, 4 പേർ ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്, അവർ ചെയ്ത പരിശ്രമം, അവർ ചെലവഴിച്ച സമയം, അവരുടെ സമർപ്പണം, അതെല്ലാം യേശു അവരുടെ വിശ്വാസത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുവാനിടയായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഏതെല്ലാം സമയത്താണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ പ്രഭാതമാണ്. ഈ പ്രഭാതത്തിൽ പങ്കെടുക്കുന്നത്, അതിനുവേണ്ടി സമയം വേർതിരിച്ചത്, അതിനുവേണ്ടി നിങ്ങൾ ചെയ്ത എഫർട്ടുകൾ, അത് ഒരു കളക്റ്റീവ് ഫെയ്ത്ത് ആയിട്ടാണ് യേശു പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസം, അവരുടെ വിശ്വാസം കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ വിശ്വാസം കർത്താവ് കണ്ട് നിശ്ചയമായും നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നോട് ദൈവം ഇന്ന് ഇവിടെ ഇരുന്നപ്പോൾ സംസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ട ഒരു വിഷയം, ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയൊക്കെ ഇടപെട്ട വിഷയം ഇതാണ്: എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പർവ്വതങ്ങളെ നമുക്ക് നേരിടാം, അഥവാ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിടാം. ഇതാണ് ഇന്ന് പകൽ നിങ്ങളുമായി കൈമാറാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൂത്. അതിനുവേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ വെല്ലുവിളികളെ, നമ്മുടെ പ്രതികൂലങ്ങളെ ഭയത്തോടെ നേരിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നോട് ദൈവാത്മാവ് ഇടപെട്ട ഒരു കാര്യം, പിശാച് അനേകരെ ഈ നാളുകളിൽ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് അവന്റെ ആ പഴയ ആയുധം തന്നെയാണ് ഇപ്പോഴും അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാത്താന്റെ വെല്ലുവിളികളെ നേരിടുവാനായി, ഈ പർവ്വതങ്ങളെ നേരിടുവാനായി എങ്ങനെ കഴിയുമെന്നുള്ളത് ചില കാര്യങ്ങൾ പറയുവാൻ, ആത്മമണ്ഡലത്തിൽ ഒരു ഡെലിവറൻസ് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയാൽ വരുന്ന ആളുകൾ അതൊരു പ്രയോജനമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, ഭയപ്പെടുത്തുക, ഭയം എന്നുള്ളതാണ് അവന്റെ ഒരു ആയുധം. ഈ നമ്മുടെ മുൻപിൽ ഒരു പരിചയമില്ലാത്തൊരു നായ് വന്ന് നിന്നാൽ ആ ഒരു നായുടെ പ്രസൻസ് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. എന്നാൽ നമ്മളൊന്ന് ആക്ഷൻ എടുത്താൽ ഒരുപക്ഷെ ആ നായ നമ്മൾ വിട്ട് ഓടിപ്പോകും. കാരണം ആ നായ് നമ്മളെ ഭയപ്പെട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ ഭയപ്പെട്ട അതിന്റെ പ്രസൻസ്, ആ പ്രതികൂലമാകുന്ന പ്രസൻസ്, ഇത് പിശാചിന്റെ ഒരു ആയുധമാണ്. നമ്മൾ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ രോഗങ്ങൾ കൊണ്ടുവന്നിട്ട്, കടഭാരങ്ങൾ കൊണ്ടുവന്നിട്ട്, ഭാവിയുടെ വെല്ലുവിളികളെ കൊണ്ടുവന്നിട്ട്, പ്രതിസന്ധികളെ കൊണ്ടുവന്നിട്ട്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെ നിർത്തി നമ്മളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് പിശാചിന്റെ ആ പണ്ട് മുതലേ ഉള്ള ആയുധം. അതിനെ നമ്മൾ അതിജീവിക്കേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായിട്ട് ഇടപെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ മേലൊരു പ്രിവീലിംഗ് പവർ ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ആര് വിചാരിച്ചാലും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന നമ്മളെ പിശാചിന്റെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവം എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത്, ദൈവം എന്നെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ആര് വിചാരിച്ചാലും താഴ്ത്തുവാനായിട്ട് കഴിയത്തില്ല. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അങ്ങനെ ആണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഈ പറയുന്ന ഒരു 5 കൂട്ടം കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരെ വരുന്ന പർവ്വതങ്ങളെ വെല്ലുവിളിക്കുവാനായിട്ട്, എതിരിടുവാനായിട്ട് നമ്മളെ ശക്തീകരിക്കും. അത് നമ്മുടെ ഉള്ളിൽ കയറിയാൽ
നമുക്കിനി ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യം നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ അതേ ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അത് ദൈവവചനത്തിൽ നമ്മൾ അത്രയും ധൈര്യപ്പെടുത്തുന്നതായ ചില വാക്യങ്ങളാണ്. ഒരു വാക്യം അതിനാധാരമായിട്ട് ഞാൻ വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒന്നാമതായിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കാതെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മലയോട് ചാടി കടലിൽ പോകാൻ പറഞ്ഞ അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, എങ്ങനെ നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളികളെ നമുക്ക് നേരിടുവാനായിട്ട് കഴിയും? സ്തോത്രം. ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പർവ്വതത്തോട് സംസാരിക്കുന്നവരാകണം. അഥവാ നമ്മുടെ മുമ്പിലുള്ള മലകളോട് നമ്മൾ സംസാരിക്കണം. അഥവാ ടോക്ക് ടു ദ മൗണ്ടൻ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിനോട് നിങ്ങൾ സംസാരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ചോ മലയെക്കുറിച്ചോ സംസാരിക്കണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ മിടുക്കന്മാരാണ്, അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ മിടുക്കന്മാരാണ്. പക്ഷെ കർത്താവ് പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മലയോട് നിങ്ങൾ പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം. ആരോട്? ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഇന്ന് പ്രഭാതത്തിൽ, ഇവിടെ പ്രഭാതമാണ്, നിങ്ങളുടെ സമയം എനിക്കറിയില്ല, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ പ്രശ്നത്തെ കുറിച്ച് നീ പറഞ്ഞ് വിഷമിക്കാതെ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രശ്നത്തോട് ആമേൻ കൽപ്പിക്കുവാൻ, ഈ പ്രശ്നത്തോട് പറയാൻ, ആമേൻ, അതേ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ പറഞ്ഞാൽ, പർവ്വതത്തോട് പറഞ്ഞാൽ, ഹല്ലേലൂയ, അത് ആമേൻ, അത് നിങ്ങളുടെ മുൻപിൽ നിന്ന് മാറിപ്പോകാനിടയായിത്തീരും. ഹല്ലേലൂയ. മക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പർവ്വതത്തോട് പ്രാർത്ഥിക്കാനല്ല, അഥവാ പർവ്വതത്തിന് വേണ്ടി ആമേ സ്തോത്രം മല മാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പകരം മല മാറുവാൻ കൽപ്പിക്കുവാൻ, മലയോട് പറയുവാൻ, ആജ്ഞാപിക്കുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ മക്കളുടെ മേൽ അധികാരമുണ്ട് എന്ന് പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് നാവിന്മേലുള്ള ഈ അധികാരത്തെ നിങ്ങളുടെ രോഗത്തിന്റെ മേൽ, നിങ്ങളുടെ കടഭാരത്തിന്റെ മേൽ, നിങ്ങളുടെ തലമുറയുടെ ഭാവിയെ തകർത്തിട്ടിരിക്കുന്ന ആ പ്രതിസന്ധിയുടെ മേൽ, ചില തലമുറകളെ മയക്കുമരുന്നുകളുടെ അടിമകളാക്കി ബന്ധിച്ചിട്ടിരിക്കുന്ന കാഴ്ച എന്നെ കാണിക്കുന്നു. അതിനോട് കൽപ്പിക്കുവാൻ, മലയെക്കുറിച്ച് സംസാരിക്കാതെ അതിനോട് കൽപ്പിക്കുവാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം. ഈ ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികൾക്കും ഒരു ഹിയറിംഗ് ഡിവൈസ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും കേൾക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടല്ലേ എന്റെ മേലിലെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു ഒരിക്കൽ അത്തിയെ നോക്കിയിട്ട് അതിനകത്ത് യാതൊരു ഫലം കാണാകിയാൽ അത്തിയെ യേശു ശപിച്ചതായി നമ്മൾ കാണുന്നു. മറ്റൊരിടത്ത് യേശു അത്തിയോട് ചാടി കടലിൽ പോകാൻ പറഞ്ഞാൽ പോകുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അത്തിക്ക് ഹിയർ ഡ്രം ഉണ്ടോ? അത്തിക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ രോഗത്തോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. നിങ്ങളുടെ ഏത് പ്രശ്നത്തോടും കാറ്റിനോട് കർത്താവ് സംസാരിച്ചില്ലേ? കാറ്റേ അടങ്ങ്. തിരമാലയോട് യേശു സംസാരിച്ചില്ലേ? തിരമാല ശാന്തമാക്. യേശുവിന് ബുദ്ധിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ആത്മമണ്ഡലം അറിയാവുന്നവനാണ് യേശു. ആത്മമണ്ഡലം പഠിപ്പിക്കുന്നവനാണ് യേശു. ഇന്ന് പകൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാൾ നമ്മുടെ പ്രശ്നങ്ങളോട് പറയുവാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ചിലരോട് ആലോചന പറയുകയാണ്. നിങ്ങൾ കുറെ നാളുകളായി നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ആ പ്രശ്നത്തോട് പറയണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ദൈവം വെളിച്ചത്തോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടല്ലോ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ വെളിച്ചം വന്നെങ്കിൽ ഭൂതാത്മാവിനോട് സംസാരിക്കുവാൻ, ഭൂതം വിട്ടുപോകാൻ, പിശാചിനോട് വിട്ടുപോകുവാൻ, ഭൂതാത്മാക്കളോട് വിട്ടുപോകാനൊക്കെ അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. രോഗാത്മാവിനോട് അധികാരത്തോടെ പറയുവാൻ ആരോടൊക്കെയോ ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ വ്യക്തമായി നിങ്ങളുടെ അധികാരം ഉപയോഗിക്കാൻ നിങ്ങൾ സംസാരിക്കണം. ഒന്നാമത്, എങ്ങനെ നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ വെല്ലുവിളിക്കാം എന്നുള്ളതിനുള്ള ഒരു പാഠം നിങ്ങൾ അതിനോട് സംസാരിക്കുക.
നിങ്ങൾ അതിനോട് ആജ്ഞാപിക്കുക, നിങ്ങൾ അതിനോട് കൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ, സ്തോത്രം. പ്രതികൂലത്തിന്റെ മുമ്പിൽ ആമേൻ അതിനോട് സംസാരിക്കുന്നവരാകുവാൻ ദൈവം. അതുകൊണ്ടല്ലേ പഴയ നിയമത്തിൽ സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആരാണ്? നീ സമഭൂമിയായി തീരും. എത്ര വലിയ പ്രശ്നമാണ് ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ അതിനോട് ആജ്ഞാപിച്ചാൽ, പറഞ്ഞാൽ, മലകളോട് പറയുക, മലയെക്കുറിച്ച് പറയരുത്, പർവ്വതങ്ങളോട് പറയുക, നിങ്ങളുടെ പ്രശ്നത്തോട് പറയുക എന്നുള്ള ഒരു കാര്യം ഇന്ന് പകൽ ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് ആമേൻ, പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ഒരിക്കലും നിങ്ങൾ ഈ പർവ്വതത്തെ നിങ്ങളുടെ സ്വന്തമാക്കരുത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഡോണ്ട് ഓൺ യുവർ മൗണ്ടൻ. ഡോണ്ട് പുട്ട് ദ വേർഡ് മൈ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ പ്രോബ്ലം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളുടെ എല്ലാം മുൻപിൽ എന്റെ പ്രശ്നം, എന്റെ രോഗം, എന്റെ കടഭാരം, എന്റെ വേദന എന്ന് പറഞ്ഞ് ഒരിക്കലും അതിനെ നിങ്ങൾ സ്വന്തമാക്കരുത്. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ പൊരുളിരിക്കുന്ന ഈ കാര്യങ്ങൾ ഒരു സ്പിരിച്വൽ മണ്ഡലത്തിലുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടാവും. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു വിടുതലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരിക്കലും ഈ പർവ്വതത്തെ നിങ്ങൾ സ്വന്തമാക്കരുത്. കാരണം ഈ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മുടെ വാക്കുകൾ ലീഗൽ വെഹിക്കിളാണ്. നമ്മൾ പറയുന്ന ഏത് നിസാര വാക്കും അത് വിലയുള്ളതാണ് എന്ന് ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഒത്തിരി സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അത് ശക്തിയില്ല എന്നുള്ളത്. നമ്മുടെ ഓരോ വാക്കും വിലയുള്ളതാണെന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികളെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ നിങ്ങൾ ഒരിക്കലും സ്വന്തമാക്കരുത്. അത് എന്റെ പ്രശ്നമാണെന്നും എന്റെ രോഗമാണെന്നും എന്റെ കുഞ്ഞിന്റെ പ്രശ്നമാണെന്നും പറയും. പ്രശ്നമുണ്ട്, പക്ഷെ അത് എന്റെ മേൽ വാഴുകയില്ല. പ്രശ്നമില്ലെന്നല്ല ഞാൻ പറയുന്നേ. രോഗമുണ്ട്, പക്ഷെ അത് എന്റെ രോഗമല്ല, അത് എന്റെ ശരീരത്തിൽ വാഴുകയില്ല. ആമേൻ. കർത്താവ് ദാസനെ ഞാൻ RCC പരിചയപ്പെട്ടു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഭവ സാക്ഷ്യങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. ആമേൻ. കർത്താവ് ദാസന്റെ നിമിഷങ്ങൾ കൊണ്ട് പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി വലിയൊരു വിടുതൽ ദൈവം കൊടുത്ത ഒരു ദൈവദാസനാണ്. ആമേൻ. ഞങ്ങളുടെ കുടുംബത്തിലും കർത്താവിന്റെ എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധി വന്നപ്പോൾ രോഗത്തോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. രോഗത്തെ സ്വന്തമാക്കിയില്ല. ഇന്ന് ഒരു ടാബ്ലറ്റ് പോലും അതിനു വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ലാതെ വണ്ണം കർത്താവ് സൗഖ്യമാക്കി. ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഒരിക്കലും ഈ പർവ്വതത്തെ സ്വന്തമാക്കരുത്. നമ്മുടെ വാക്കുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. കർത്താവ് അതാ പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും ഉവ്വെന്നും ഇല്ല എന്നും ആയിരിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഏത് നിസ്സാര വാക്കിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ പർവ്വതങ്ങളെ നമ്മൾ ഓൺ ചെയ്താൽ ഇത് എന്റെ പ്രശ്നമാണ്, എന്റെ കുടുംബത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആത്മലോകം അത് അംഗീകരിക്കും. ഹലോ, ആമേൻ. കാരണം നമ്മൾ കോടതിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്, അത് വളരെ വിലയുള്ള കാര്യമാണ്, അത് സീരിയസ് ആയിട്ട് എടുക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ പ്രശ്നത്തെ നമ്മുടെ പ്രശ്നമായിട്ട് നമ്മൾ എടുക്കരുത്. ഞാൻ ഓർപ്പിച്ചല്ലോ, രോഗമുണ്ടാകാം, ഭാരങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് എന്റേതല്ല, എന്റെ മേൽ വാഴത്തില്ല, എന്റെ മേൽ നിലനിൽക്കത്തില്ല. നിന്റെ വലതുവശത്ത് 1000 പേര് വീണാലും അത് എന്നോടടുത്ത് വരികയില്ല. ഒരു ബാധയും എന്റെ കൂടാരത്തിൽ എടുക്കയില്ല. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും ഇതെല്ലാം എന്റേതാണ്? എന്റെ ഒരു സാക്ഷ്യത്തിന് അവസരം കിട്ടിയ എന്റെ പ്രശ്നം, എന്റെ കാലുവേദന, എന്റെ മുട്ടുവേദന, എന്റെ ശരീരവേദന ഇല്ലെന്നല്ല, എന്നാൽ ഇത് എന്റേതല്ല, എന്റെ ശരീരത്തിൽ ഇരിക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് അത് റെഫ്യൂസ് ചെയ്യുവാൻ എത്ര പേർ തയ്യാറാണ്? കർത്താവിന്റെ ആത്മാവ് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അത് നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. തലവേദനയുണ്ട്, പക്ഷെ ഇത് എന്റെ തലവേദനയല്ലെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? വളരെ ശക്തമായിട്ട് ഇന്ന് പകൽ ആരോടോ ദൈവാത്മാവ് സംസാരിക്കുന്നു. നിന്റെ പ്രശ്നത്തെ ഒരിക്കലും സ്വന്തമാക്കരുത്. അത് എന്റെ പ്രശ്നമാണെന്ന് പറയരുത്. അത് എന്റെ മേൽ വാഴുകയില്ല എന്ന് പറയുവാൻ. അതെ, വചനത്തിൽ ഒരു വാക്യമുണ്ട്, 1 യോഹന്നാൻ 5:4 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്,
അതേ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. 1 John chapter 5 verse 4 ഇങ്ങനെ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജയിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെയാണ്. ആമേൻ. നമുക്കുള്ള ഈ നാളുകളിൽ അതെ നമ്മുടെ ജീവിതത്തിൽ അതെ വിശ്വാസത്താൽ അതെ പറയണം. ഈ നാളുകളിൽ അനേകർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്യാരക്ടർ കൊണ്ടാണ്. നല്ല ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് അനേകർ ശ്രമിക്കുന്നത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ആ 4 പേർ ചുമന്നു കൊണ്ടുവന്ന പക്ഷവാത രോഗിയെ പോലെ വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് മാത്രമേ ക്യാരക്ടർ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസം കൂടാതെയുള്ള എല്ലാ പ്രവൃത്തികളും അതേ നിർജീവമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ പറഞ്ഞാൽ, വിശ്വാസത്തോടെ മക്കളെ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ. ഞാനിങ്ങനെ ഇപ്പൊ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. ഇപ്പോൾ ഇരുന്നപ്പോൾ ഒരു ചിന്ത വരികയാണ്. യേശുക്രിസ്തു ജനിച്ചപ്പോൾ കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ ഭൂമിയിൽ അവരുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ചപ്പോൾ 2 കൂട്ടർക്ക് മാത്രമാണ് അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയത് കാണാനായിട്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഒത്തിരി പേര് കിടന്നുറങ്ങുമ്പോൾ, ഒത്തിരി പേർക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ 2 കൂട്ടർക്ക് വെളിപ്പാട് കിട്ടി. 2 കൂട്ടർക്ക്. അതിൽ ഒരു കൂട്ടർ ബുദ്ധിയുള്ള ആളുകളായിരുന്നു, വളരെ ബുദ്ധിമാന്മാരായിരുന്നു, മാഗീസ്. അപ്പൊ അവർ വളരെ വ്യക്തമായിട്ട് വാനനിരീക്ഷണം ചെയ്യുന്ന ആളുകൾ, വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ, ബുദ്ധിമാന്മാർ. അവരാണ് നക്ഷത്രത്തെ ഫോളോ ചെയ്ത് യേശുവിന്റെ അടുക്കൽ വരാൻ ശ്രമിച്ചത്. അവർ വന്നു. എത്ര ദിവസങ്ങൾ, കുറെ മാസങ്ങൾ എടുത്തെന്നൊക്കെയാണ് വേദശാസ്ത്രം പറഞ്ഞ. ഞാൻ വേദശാസ്ത്രം പഠിപ്പിക്കാനല്ല, സ്വത്രം ഒത്തിരി നാളുകൾ എടുത്ത് അവർ വന്നു. കാരണം അത്രയും ബുദ്ധിയുള്ള ആളുകൾ അതെ അവർ പല സാധനങ്ങളുമായിട്ട് വന്നു. പക്ഷേ വേറൊരു കൂട്ടർക്കും കൂടി യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് ഉണ്ടായി. അത് മറ്റാരുമല്ല, ആട്ടിടയന്മാരാണ്. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഹലോ. പക്ഷെ 2 കൂട്ടർക്കാണ് ഈ പ്രത്യക്ഷതയെ കുറിച്ചുള്ള, ഈ ജനനത്തെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം കൊടുത്തത്. പക്ഷേ ഒരു കൂട്ടർ വന്നത് കാഴ്ചയാലാണ്. അടയാളം അവരുടെ മുമ്പിൽ പോയിക്കൊണ്ടിരുന്നു. അവർ ആ സ്റ്റാറിനെ നോക്കി 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 പോയി. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം കൂടാതെ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ആ സ്റ്റാർ അല്പസമയം അതിനേക്കാൾ ബ്രൈറ്റ്നെസ് ആയി തോന്നുന്ന ഒരു കൊട്ടാരത്തിൽ അവർ കയറി. ഒരുപാട് ദുരന്തങ്ങൾ അവർക്കുണ്ടായി. എന്നാൽ ദൈവ ശബ്ദം കേട്ട് ആമേൻ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ആലോചന പ്രകാരം മുമ്പോട്ട് പോയ ആട്ടിടയന്മാർക്ക് തെറ്റിയില്ല. ആരോട് ദൈവാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നു. ദൈവം പറയുന്ന വചനം ഹൃദയത്തിൽ സംശയിക്കാതെ അതിനുവേണ്ടി നിന്നാൽ ഒരിക്കലും നീ പരാജയപ്പെടുകയില്ല. ഒരിക്കലും നിന്റെ കുടുംബം തോൽവിയിലേക്ക് വരികയില്ല. അവർക്കൊരിക്കലും വഴിതെറ്റേണ്ടതായിട്ട് വന്നിട്ടില്ല. അവർക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും, അവർക്ക് സാമ്പത്തികമില്ലെങ്കിലും, അവർക്ക് വലിയ സൗകര്യങ്ങളില്ലെങ്കിലും ദൈവത്തിന്റെ ശബ്ദം അവരെ അന്ത്യം വരെ നയിക്കുവാൻ ശക്തമാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആരോടോ ദൂത് പറയുന്നു. കർത്താവിന്റെ ആത്മാവ് പറയുന്ന ദൂതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ നമ്മൾ വെല്ലുവിളിക്കാൻ, എതിരിടുവാൻ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ പർവ്വതത്തോട്, പ്രശ്നത്തോട് സംസാരിക്കുക. പർവ്വതങ്ങളോട് സംസാരിക്കുക. രണ്ടാമത് ആമേൻ, ഒരിക്കലും നമ്മൾ അതിനെ സ്വന്തമാക്കരുത്. എന്റെ പ്രശ്നം, എന്റെ രോഗം, എന്റെ കടഭാരം, എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം നടക്കുന്നില്ലെന്ന് പറയരുത്. അത് നടക്കും. നടക്കുന്നില്ല, തടസ്സമാണെന്ന് പറയുന്നത് അത് മാറും. ഇത് എന്റെ പ്രശ്നമല്ല, എന്റെ മേൽ ഇത് വാഴത്തില്ല. ഉണ്ട്, തടസ്സമുണ്ട്, രോഗമുണ്ട്, ഭാരമുണ്ട്, പക്ഷെ ഇത് എന്റെ മേൽ വാഴത്തില്ല. ഇത് എന്റെ പ്രശ്നമല്ല. എന്റെ കർത്താവ് ഹല്ലേലൂയ ഒരു ബാധയും എന്റെ കൂടാരത്തിൽ എടുക്കയില്ല. ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല. ഒരു ദോഷവും തട്ടാതവൻ എന്നെ പരിപാലിക്കുമെന്ന് വാക്ക് പറഞ്ഞവൻ എന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ആമേൻ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ,
സ്തോത്രം. ഒന്ന്, നിങ്ങളുടെ പർവ്വതത്തെ നിങ്ങൾ വെല്ലുവിളിക്കണം. രണ്ട്, നിങ്ങളുടെ പർവ്വതത്തെ നിങ്ങൾ സ്വന്തമാക്കരുത്. മൂന്ന്, നിങ്ങളുടെ മൈൻഡിനെ ബോംബാർഡ് യുവർ മൈൻഡ് വിത്ത് ഇൻഫർമേഷൻ. നിങ്ങൾ ഈ നാളുകളിൽ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മൈൻഡിനെ, ഒരു മിലിറ്ററി ടേമാണ് ഉപയോഗിക്കുന്നത്, ബോംബ് ചെയ്യുക, അഥവാ ഇൻഫർമേഷൻ കൊണ്ട് നിറയ്ക്കുക, ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കുക. 4 ഭാഗത്തുനിന്ന് നിങ്ങളുടെ മനസ്സിനെ ദൈവവചനം കൊണ്ട് നിറച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലെവലിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, പരിജ്ഞാനം ഇല്ലാത്തടത്ത് ധനം നശിച്ചു പോകുന്നത് പറഞ്ഞ പോലെ, അതെ, വചനം വെളിപ്പാടില്ലാതെ അനേകം നശിച്ചു പോകുന്നത് പോലെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഇൻഫർമേഷൻ കൊണ്ട് നിറയ്ക്കുക. 4 ഭാഗത്തുനിന്നും ഇൻഫർമേഷൻ നിറയ്ക്കുക. ബൈബിൾ വായിക്കുക, എഴുതി വെക്കുക, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക, മനഃപ്പാഠമാക്കുക. എപ്പോഴും മൈൻഡിനെ നമ്മുടെ ജീവിതത്തിൽ വചനം കൊണ്ട് നമ്മൾ നിറയ്ക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അറിയാതെ നമ്മളുടെ ദൈവശക്തി വ്യാപരിക്കും. ഹലോ, നമ്മുടെ മൈൻഡിനെ നമ്മൾ ഈ ആളുകളിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇരുന്ന് കാണുന്ന കാര്യങ്ങളല്ല നമ്മുടെ മൈൻഡിനെ നിറയ്ക്കേണ്ടത്. ഇന്ന് പലതും കണ്ടത് അതിനെക്കുറിച്ച് ചിലർ പറയുന്നത്, ഈ എണ്ണ കഴിക്കാം, മറ്റേ എണ്ണ കഴിക്കാൻ പാടില്ല, ക്യാരറ്റ് കഴിച്ചാൽ മരിച്ചു പോവും, മറ്റത് കഴിച്ചാൽ ജീവിക്കും. ഇതൊക്കെ കണ്ട് ഈ തെറ്റായ അഥവാ ഗോസിപ്പ് കണ്ട്, അഥവാ ലോകത്തിന്റെ ട്രാജഡികൾ കേട്ട്, ഇതൊന്നുമല്ല നമ്മുടെ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മൈൻഡിൽ ഒരാത്മമണ്ഡലത്തിലുള്ള ഒരു ആലോചന ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ മൈൻഡ് ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ നിറച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെല്ലുന്നിടത്ത് ദൈവത്തിന്റെ പ്രസൻസ് വ്യാപരിക്കും. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. എഴുതി വെക്ക്, എപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്ക്, വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. എപ്പോഴും വചനം പറ, എപ്പോഴും വചനം കേൾക്ക്, വചനത്തെ കുറിച്ച് സംസാരിക്ക്, വചനം കൊണ്ട് നിറക്ക്. ബോംബാർഡ് വിത്ത് ഇൻഫർമേഷൻ ഇൻ യുവർ മൈൻഡ്. ബോംബ് ചെയ്യുന്നത് പോലെ നമ്മുടെ മൈൻഡിനെ ഇൻഫർമേഷൻ കൊണ്ട് നിറയ്ക്കണമെന്ന് ആരോടോ ദൈവാത്മാ പറഞ്ഞു. നിന്റെ ഹൃദയത്തിൽ നിരാശ കൊണ്ട് നിറക്കല്ലേ, ഹൃദയത്തിൽ ഭാരങ്ങൾ കൊണ്ട് നിറക്കല്ലേ, നാളത്തെ കുറിച്ചുള്ള ആകുലത കൊണ്ട് നിറക്കല്ലേ. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. നിന്റെ ഹൃദയത്തിൽ വചനം കൊണ്ട് നിറക്കുക. ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ആമേൻ നമ്മൾ പോലും അങ്ങനെയാണ് ചെയ്താൽ, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പലരും വന്നതിനോട് പറയാറുണ്ട്, പാസ്റ്ററെ, അന്ന് പാസ്റ്റർ പറഞ്ഞില്ലേ ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്ത് ഒരു വീട് നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്, അവിടെയാണ് ഞാനിപ്പോൾ പാർക്കുന്നത്, ഞാൻ പോലും ഓർക്കുന്നില്ല. പാസ്റ്റർ എന്റെ മേൽ കൈവച്ചപ്പോഴാണ് എന്റെ രോഗം സൗഖ്യമാക്കിയത് എന്ന് ആമേൻ സ്തോത്രം പലരും വന്നതിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. മക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മൾ പോകുന്നിടത്തെല്ലാം വിടുതലാണ്. നമ്മുടെ ആകുലതയുമായിട്ട് നടന്നാൽ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ അത് സമയം വളരെ മുന്നോട്ട് പോകുന്നത് എനിക്കറിയാം. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഇൻഫർമേഷൻ കൊണ്ട് നമ്മുടെ മൈൻഡ് നിറയ്ക്കണം. അങ്ങനെ ചെയ്താൽ പത്രോസൊക്കെ ഹല്ലേലൂയ അവരുടെ ഉള്ളിൽ ദൈവവചനം വെളിപ്പെട്ടപ്പോൾ, നടന്നു പോകുമ്പോൾ അവര് പോലും അറിയാതെ അവരുടെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമായെങ്കിൽ, ആമേൻ, ഈ നാളുകളിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം, എവിടെ ചെന്നാലും ആളുകൾക്കൊരു വ്യത്യാസം. നമ്മുടെ പ്രസൻസിൽ, നമ്മൾ ദൈവസന്നിധിയിൽ ആത്മസാന്നിധ്യം വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ അവർ കരയുന്നതായും, അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ പാസ്റ്റാണെന്ന് അറിഞ്ഞിട്ടോ, ഹല്ലേലൂയ നമ്മൾ ദൈവം ഇതിലാണെന്ന് അറിഞ്ഞിട്ടോ ഒന്നുമല്ല. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ആളുകൾക്ക് മാറ്റം വരുന്നു. ആമേൻ. യേശു കടന്നുപോയപ്പോൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ പുറകിൽ നിന്ന് തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീയുടെ മേൽ ആമേൻ ഷോക്കടിക്കുന്ന പോലെ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ, യേശു ഒരിക്കലും അവളെ സൗഖ്യമാക്കണമെന്ന് വിചാരിച്ചല്ല വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവളെ വിശ്വാസത്താൽ കയറി പിടിച്ചതാ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ അടുക്കൽ വരുന്നവരുടെയൊക്കെ ജീവിതത്തിൽ വിടുതലുണ്ടാവും. നമ്മുടെ മൈൻഡിൽ ദൈവവചനം കൊണ്ട് നമ്മൾ നിറച്ചാൽ, ആരോട് ദൈവാത്മാവ് പറയുന്നു, ഈ നാളുകൾ ഇൻഫർമേഷൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറച്ചാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. ഒരു കാര്യം, ദൈവം അതെ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ തരുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്തിന് ശക്തി പ്രാപിക്കുവാൻ താല്പര്യമുള്ളവർ ഇന്ന് പകൽക്കാലം അതെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. എപ്പോഴും അതിനെക്കുറിച്ച് കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യണം. അടുത്ത 1-2 കാര്യം വേഗത്തിൽ ഞാൻ പറയട്ടെ. സ്തോത്രം. ഒന്ന്, നമ്മൾ പർവ്വതത്തെ സംസാരിക്കണം. 2, പർവ്വതത്തെ ഒരിക്കലും നമ്മൾ സ്വന്തമാക്കരുത്. 3, ഇൻഫർമേഷൻ കൊണ്ട് നമ്മുടെ ഹല്ലേലൂയ മൈൻഡിനെ നമ്മൾ നിറയ്ക്കണം.
ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിന്നും വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. വായിക്കുക, കേൾക്കുക, വചനം കേൾക്കുക, ധാരാളമായിട്ട് വചനം പഠിക്കുക. ഒരിക്കലും നെഗറ്റീവ് കേൾക്കരുത്, ഒരിക്കലും വിമർശനം കേൾക്കരുത്. ദൈവത്തിന്റെ വചനം നമുക്ക് ആത്മീക വർധനവ് വരുത്തുന്നത് മാത്രം കേൾക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ അടിയുന്നി നിൽക്കുമ്പോൾ നമ്മളിലൂടെ ദൈവശക്തി വ്യാപരിക്കാനിടയായിത്തീരും. 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. 4-മത്തെ ഒരു കാര്യം എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, ഭയത്തെ നിർത്തുക. സ്റ്റോപ്പ് ഫിയർ. ആരോടോ ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തമായിട്ട് സംസാരിക്കുന്നു. ഭയത്തെ നിർത്തുക. അഥവാ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മകളുടെ സൗഖ്യത്തിനായിട്ട് ഒരു പള്ളിപ്രമാണി വരുന്ന ഭാഗമാണ് നമ്മളവിടെ വായിക്കുന്നത്. യായിറോസ്, അദ്ദേഹം തന്റെ മകൾ അത്യാസനത്തിലായി കിടക്കുമ്പോൾ അവൾക്ക് സൗഖ്യം കൊടുക്കുവാൻ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് യേശുവിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് യേശുവിനുമായി കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഓൺ ദ വേയിൽ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രം തൊട്ട് സൗഖ്യം പ്രാപിച്ചു. എന്നാൽ ആമേൻ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വാക്യമാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണി വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്ന എന്തിന് എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, യേശു ആ വാക്ക് കാര്യമാക്കാതെ, ആമേൻ, എനിക്ക് ഈ വാക്യം വളരെ ഇഷ്ടമാണ്, ഭയത്തെ നിർത്തൽ ചെയ്യുക. പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിന്റെ അടുക്കൽ വന്നത് തന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടിയാണെങ്കിൽ, പള്ളിപ്രമാണിയായ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ആമേൻ, മകൾ മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോൾ യേശു ആ വാക്ക് കാര്യമാക്കാതെ, ആമേൻ, പള്ളിപ്രമാണിയോട് പറഞ്ഞ വാക്ക്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. കർത്താവ് നന്ദിയോടെ സ്വന്തം. യേശുവിന്റെ പ്രകൃതം നമുക്ക് വേണം ദൈവമക്കളെ. ആരോട് ദൈവാത്മാ പറഞ്ഞു? യേശുവിന്റെ പ്രകൃതം എന്ത് നെഗറ്റീവ് കേട്ടാലും റിജക്ട് ചെയ്യും. ആമേൻ. ശബല ഹസ്തര ലബര വൈഡ രഗബ രൗഡ രഗല, എന്ത് നെഗറ്റീവ് നിങ്ങളുടെ നേരെ വന്നാലും, ഏത് മെഡിക്കൽ സർട്ടിഫിക്കറ്റാ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എനിക്കറിയില്ല, നിനക്ക് ക്യാൻസർ ആണ്, നീ ഇനി 1 മാസമേ ജീവിക്കത്തുള്ളൂ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും സൗഖ്യം നടക്കത്തില്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ അതേ റിപ്പോർട്ടായി വന്നാലും, ജപ്തി നോട്ടീസ് വന്നാലും, കടക്കാർ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു വന്നാലും, ഒരു കാരണവശാലും അതിനെ സ്വീകരിക്കരുത്. റിജക്ട് ചെയ്യുന്ന മനോഭാവം, യേശുവിന്റെ മനോഭാവം അതാണ്. എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്റെ മക്കൾക്കുണ്ടാകണമെന്ന് ദൈവം. സമയം മുൻപോട്ട് പോകുന്നല്ലോ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പലരും ഈ യൂറോപ്യൻ കൺട്രിയിലേക്കുള്ള സിസ്റ്റം, അതെ, അടുത്ത ആഴ്ച കാണാൻ ടേക്ക് കെയർ, വാട്ട് ടേക്ക് കെയർ, എന്തിട്ടേക്ക്, ദൈവമാണ് എന്നെ സൂക്ഷിക്കുന്നത്, ടേക്ക് കെയർ പറഞ്ഞു നടക്കുന്നത്. അതെ, ദൈവം എന്നെ നമ്മൾ സൂക്ഷിച്ച് ദൈവത്തിന്റെ കരങ്ങൾ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മൾ ഭയത്തെ, ഹല്ലേലൂയ, ഒരിക്കലും അതെ നമ്മളെ മേൽ അനുവദിക്കരുത്. യേശു ആ വാക്ക് കാര്യം, എന്ത് നിങ്ങൾക്കെതിരായി വന്നാലും അതിനെ റെഫ്യൂസ് ചെയ്യുവാൻ, അതിനെ എതിർക്കുവാൻ എത്ര പേർ തയ്യാറാണ്? 1, നിങ്ങളുടെ പർവ്വതത്തെ നിങ്ങൾ വെല്ലുവിളിക്കുക, അതിനോട് സംസാരിക്കുക. 2, നിങ്ങൾ ഒരിക്കലും പർവ്വതത്തെ സ്വന്തമാക്കരുത്, അതെന്റെ പ്രശ്നമായിട്ട് ഒരിക്കലും ഏറ്റെടുക്കരുത്. 3, ഹല്ലേലൂയ, ഇൻഫർമേഷൻ കൊണ്ട് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ നിറയ്ക്കുക. 4, ഭയത്തെ സ്റ്റോപ്പ് ചെയ്യുക, ഭയത്തെ അനുവദിക്കരുത്. ഭയത്തിന്റെ എന്ത് വാർത്തകളും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ കയറ്റരുത്, അതിനെ നിങ്ങൾ റിജക്ട് ചെയ്യണം. യേശു നമ്മളെ പഠിപ്പിച്ചത് അതാണ്. യേശു ആ വാക്ക് കാര്യമാക്കാതെ, ഹല്ലേലൂയ, കരയുന്നവരെ പുറത്താക്കി കളഞ്ഞ യേശു, ഹല്ലേലൂയ, ബാല മരിച്ചല്ലോ ഉറങ്ങുന്നെന്ന് പറഞ്ഞ യേശു, ഹല്ലേലൂയ, എവിടെ ചെന്നാലും, ഹല്ലേലൂയ, ആമേൻ, 4 ദിവസമായി നാറ്റം വെച്ച ലാസറിന്റെ കല്ലറ വാതിക്കൽ ചെന്നാലും, ആമേൻ, ഒരു പ്രതിസന്ധിയെയും അതെ അംഗീകരിക്കാത്ത കർത്താവിന്റെ മനോഭാവത്തിന്റെ മക്കൾക്കുണ്ടാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ലാസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, അതെ, ക്ലെൻസ് യുവർ എൻവയറൺമെന്റ്, നിങ്ങളുടെ പരിസരത്തെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. 5-മതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്, നിങ്ങളുടെ പരിസരത്തെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ ശുദ്ധിയുള്ളവരായി നിങ്ങൾ സൂക്ഷിക്കുക. ഒരിക്കലും വായിച്ച കർത്താവ് പറഞ്ഞല്ലോ, അതെ, സ്തോത്രം, മത്തായിയുടെ സുവിശേഷമാണെന്ന് തോന്നുന്നു 12:43 അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട്, ഇങ്ങനെയാണ് ആ വാക്യം, 12:43 അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട്, നീരില്ലാത്ത ആ ഒരു വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ആ വാക്യം, അതേ, പ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് തനിക്ക് അതേ കാലുകുത്തുവാൻ സ്ഥലം കാണാകിയാൽ താൻ വീണ്ടും തിരിച്ച് തന്റെ പഴയ അതേ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ
തനിക്ക് താമസിക്കാൻ വീണ്ടും യോഗ്യമായ നിലയിൽ അതേ അവസ്ഥ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ when the unclean spirit is gone out of a man, he walketh through the dry place, seeking rest എന്നുള്ള പദം എനിക്കിപ്പോ കിട്ടി. സ്വത്രം മലയാളത്തിൽ അങ്ങനെ ഇല്ല. ഹല്ലേലൂയ. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാറ് കുറവാണ്, പക്ഷെ ആ വാക്യം കിട്ടി, റെസ്റ്റ്. ആ റെസ്റ്റ് എന്നുള്ള പദം, അശുദ്ധാത്മാവിന് ഒരു റെസ്റ്റ് എടുക്കണം. ദൈവമക്കളെ, അവനെ നമ്മൾ പുറത്താക്കി അവന് പിന്നെ സ്വസ്ഥതയില്ല. എത്ര പേർക്ക് അശുദ്ധാത്മാക്കളെ സ്വസ്ഥത ഇല്ലാതാക്കാൻ ഇന്ന് പകൽ സന്തോഷമുണ്ട്. ആമേൻ. നിങ്ങളുടെ ശരീരത്തിൽ വിട്ടുപോയ അവനെ അസ്വസ്ഥനാക്കണം. നിങ്ങളുടെ എൻവയറമെന്റിൽ, നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ വീടിനകത്ത് അവനൊരു സ്ഥാനവും ഇല്ല, ഒരു റെസ്റ്റും ഇല്ല. അവൻ റെസ്റ്റ് അന്വേഷിച്ച് നടക്കുകയാണ്. ഹല്ലേലൂയ. അവനെ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, റെസ്റ്റ്ലെസ് ആക്കണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എനിക്ക് പൈശാചിക വെല്ലുവിളികളെ എതിർക്കുന്നത് ഭയങ്കര ത്രില്ലാണ്. ശബല ഹന്തര വൈഡരാലവ. നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ പൈശാചികളോട് നമ്മൾ പോരാടണം. അപ്പോ അവൻ ഗെറ്റിംഗ് ടയേർഡ് എന്നാണ് വേറൊരു ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത്. റെസ്റ്റ് അല്ല, ഗെറ്റിംഗ് ടയേർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അവനെ ടയർഡാക്കാൻ നിങ്ങൾ എൻവയറമെന്റ് ശുദ്ധിയുള്ളതാക്കി വെക്കുവാൻ കർത്താവ് ആഗ്രഹിക്കും. ഞാൻ സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും നമ്മുടെ പർവ്വതത്തെ കുറിച്ച് നമ്മൾ ഇനി സംസാരിക്കുകയില്ല, അതിനോട് നമ്മൾ സംസാരിക്കും. ഒരിക്കലും അതിനെ നമ്മൾ ഓൺ ചെയ്യുകയില്ല, അതിനെ നമ്മൾ റിജക്ട് ചെയ്യും. ഹല്ലേലൂയ. അതെന്റെ പ്രശ്നമല്ല, പ്രശ്നമുണ്ട്. ഒരിക്കലും നമ്മൾ ഹല്ലേലൂയ നമ്മുടെ മൈൻഡിനെ തെറ്റായ അഥവാ ട്രാജഡികൾ കൊണ്ട് നിറയ്ക്കാതെ ഇൻഫർമേഷൻ കൊണ്ട് നിറയ്ക്കുക, ഭയത്തെ നിർത്തൽ ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ എൻവയറമെന്റ് ക്ലെൻസ് ആയി സൂക്ഷിക്കുക. ദൈവവചനം പറയാൻ അവസരം തന്ന ദൈവദാസനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ആമേൻ. 7 മണിയാകാൻ ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ എന്നെ കേട്ട നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച ഈ വചനം അയച്ച് ചില കുടുംബങ്ങളെ ദൈവം സൗഖ്യമാക്കും, ചില കുഞ്ഞുങ്ങളുടെ വിടുതൽ ദൈവം നടത്തും, ചില രോഗത്തിൽ കിടക്കുന്നവരെ കർത്താവ് ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ക്യാൻസറിന്റെ രോഗത്താൽ ഭാരപ്പെടുന്ന ചിലതിന്റെ മേൽ ദൈവശക്തി അയക്കുന്നതായി ദൈവാത്മാവ് കാണിക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബങ്ങളിൽ തലമുറകളുടെ ഭാവിയെ തടഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ നൽകുകയാണ്. ഹല്ലേലൂയ. മക്കളുടെ ഭാവി, വിവാഹം നടക്കാത്ത പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ കാണിക്കുന്നു. ഈ വർഷം 6-ാം മാസത്തിൽ ഇതിന്റെ കുഞ്ഞിന്റെ വിവാഹം, മകളുടെ വിവാഹം നടക്കും. ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. ആ മകളുടെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ദൈവാത്മാവിടെ പറയുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അവസരം ദൈവദാസനാന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ശംബലവര. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വളരെ ഇന്ന് നാം കേൾക്കേണ്ടതായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമ്മൾ പലപ്പോഴും വേദപുസ്തകം വായിക്കുന്നെങ്കിലും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതുപോലെ അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല. നമ്മൾ വർഷങ്ങളായിട്ട് ജീവിച്ചു വന്ന, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചകളൊക്കെ നൂറ്റാണ്ടുകളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ചിന്തയിലും ആ ഒരു മൈൻഡ് സെറ്റിലുമാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അത് മാറിയിട്ട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഇന്ന് കർത്താവ് പറയുന്ന ആ കാര്യങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്ന് നമ്മൾ കേട്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിനെക്കുറിച്ചാണ് നമ്മളെല്ലാവരോടും പറയും, എനിക്ക് ഇങ്ങനെയായിപ്പോയി, അങ്ങനെയായിപ്പോയി. എന്നാലും നമ്മൾ ആ പ്രശ്നത്തോട് സംസാരിക്കാനാണ് കർത്താവിനെ പറഞ്ഞ ആടാണ്. ആ പ്രശ്നത്തോട് സംസാരിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ തന്നെ മാറേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥന, കർത്താവെ എൻ്റെ അസുഖം മാറ്റണേ, അല്ലെ കർത്താവ് പറഞ്ഞ നീ അസുഖത്തോട് മാറാൻ നീ തന്നെ കൽപ്പിക്കാനാണ് പറഞ്ഞത്. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഫോണിൻ്റെ അത് ഇപ്പോൾ നിർത്തിയായിരുന്നു, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് അത് കാണിക്കുക. നമുക്ക് അതുകൊണ്ട് ഇന്ന് നമ്മൾ കേട്ട ആ കാര്യങ്ങൾ, പ്രിയമുള്ളവർ, ഈ കൂടുതലായിട്ട് ഇന്നും അതിനെക്കുറിച്ച് പറയാനായിട്ട് ആവശ്യമില്ലല്ലോ. അവസാനമായിട്ട് നമ്മൾ കേട്ടത് ദൈവവചനം കൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് നിറയ്ക്കാം. ദൈവവചനം കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറച്ചു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങൾക്കൊന്നും പിന്നെ നമുക്ക് അവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട് നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനം വളരെ ശക്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു. പ്രിയമുള്ളവരെ, നമ്മളിത് എല്ലാ ദിവസവും നമ്മളിത് കേൾക്കുന്നു, പക്ഷേ എങ്ങനെയോ അത് നമുക്ക് പൂർണ്ണമായിട്ട് അതങ്ങോട്ട് പാലിക്കുന്നതിനോ ചെയ്യുന്നതിനോ കഴിയുന്നില്ല. നമ്മുടെ മനസ്സ് പല പല കാരണങ്ങളാൽ പല പല കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞിട്ട്
ദൈവവചനം കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറച്ചിട്ട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പാലിക്കാനായിട്ട് ശ്രമിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസന് വളരെ ശക്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു. ഈ വചനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. വചനങ്ങളെ ഏറ്റെടുത്ത് കർത്താവെ ആ വചനപ്രകാരം ജീവിക്കുന്നതിന് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭയപ്പെടുത്തുകയും നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ആ സാഹചര്യങ്ങളെ നോക്കി അതിനെ കേന്ദ്രീകരിച്ച് നമ്മുടെ മനസ്സ് മുഴുവൻ പുണ്ണാക്കുന്നതിനല്ല, അതിന്മേൽ നമുക്ക് ജയമുണ്ട്. അത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളെൻ്റെ സ്നേഹിതരാണ്. കർത്താവ് നേടിയതായ ജയം നമുക്കൂടെ അവകാശപ്പെട്ടാണ്. നമ്മുടെ സഹോദരൻ ഒരിടത്ത് ജയിച്ചെങ്കിൽ നമുക്കും അതിൻ്റെ അവകാശമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് കർത്താവിനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ നമുക്ക് ജയാളികളായിട്ടിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന്, അനേകർക്ക് വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവ് തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഷിക്കാഗോ പ്രയറിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.